ഇന്ന് തന്നെ ഡൗൺലോഡ് ചെയ്യൂ. കാണൂ നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ്. ഇവനെന്തോ പ്രശ്നമുണ്ട്. അത് ഒളിപ്പിക്കാനാ ഈ കാണിച്ചു കൂട്ടുന്നൊക്കെ. പലതും അഭിനയിച്ച് ഫലിപ്പിക്കാൻ ശ്രമിക്കുന്ന പോലെ. ഇവനിപ്പോ ഇവിടെ ജീവിക്കൊന്നും അല്ല, നമ്മുടെയൊക്കെ മുമ്പിലേ അഭിനയിക്കുക. ഇനി നമ്മൾ തമ്മിൽ കാണുമ്പോ എന്റെ കയ്യിൽ നിന്നെ പൂട്ടാനുള്ള ബലം ഉണ്ടായിരിക്കോടാ. ആ വരവും പ്രതീക്ഷിച്ച് ഈ ഉമ്മറപ്പടിയിൽ ഞാൻ കാത്തിരിപ്പുണ്ടാവും. നമുക്ക് കാണാം. ഓ, അങ്ങനെ ആയിക്കോട്ടെ. ശിവ, അവന്റെ ആ കണ്ണുകളിൽ കനലുണ്ട്, എരിഞ്ഞടങ്ങാത്ത പകയുണ്ട്. നീ സൂക്ഷിക്കണം. ശത്രുക്കൾ പല സ്ഥലത്തു നിന്നും നിന്റെ തല ഉന്നം വെച്ചാ വരുന്നത്. ചെമ്പല്ലിയെ തീർത്തവരുടെ ലക്ഷ്യവും അതുതന്നെയാ. എടോ, ഒന്ന് അമർത്തി തരുമടോ. ഒരുപാട് അമർത്തിയാൽ വേദനിക്കും വിചാരിച്ച സാറേ. എടോ, വേദനയൊന്നും ഇല്ല, മൊത്തത്തിൽ ഒരു മരവിപ്പാ. എന്താ? അല്ല, നിങ്ങൾ സ്കൂളിൽ പോയില്ലേ? ഒളിച്ചു വിളിക്കുവാന്നോ? അച്ഛൻ മിണ്ടല്ലേ? അച്ഛൻ വന്ന എന്നെ കണ്ടില്ലെന്ന് പറയണേ. അപ്പൊ അതാ കാര്യം. ഇന്ന് സ്കൂളിൽ പോക്കൊന്നും ഇല്ല. സത്യ, സത്യ, അച്ഛാ, അവളും കൊണ്ട് വന്നാ പെണ്ണ്. സത്യ, 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 അച്ഛാ, പെണ്ണും കൊണ്ട് വന്ന സത്യ. സത്യ, കള്ളി ഇവിടെ വന്നിരിക്കല്ലേ? നിന്നെ ഞാൻ അവിടെ ഒറ്റ മൂട്ടി കെട്ടാൻ പറഞ്ഞ കേക്കില്ല. എന്നിട്ട് ടീച്ചർ പറയട്ടെ വീട്ടിലുള്ളവരൊന്നും ശ്രദ്ധിക്കണില്ല, കുട്ടികളെ തോന്നിയ പോലെ വിട്ടിരിക്കാന്നൊക്കെ. എന്നിട്ട് അവര് ചോദിക്കും അച്ഛനെന്താ പണി, അമ്മയ്ക്ക് എന്താ പണി? അതെ, അങ്ങനെ 100 ചോദ്യങ്ങളാ ഈ മുടി കെട്ടാത്തിന്റെ പേര് ചോദിക്കണേ. എന്തിനാണ് ഈ വെറുതെ അച്ഛനും അമ്മേനെ ഇതിന്റെ പേരിൽ വഴക്ക് കേൾപ്പിക്കണേ? മുടി കെട്ടാതെ പോകുന്നതാ അച്ഛാ ഇപ്പോഴത്തെ ഫാഷൻ. അങ്ങനത്തെ ഫാഷൻ ഒന്നും ഇവിടെ വേണ്ട. ഇവിടെ എന്റെ മക്കള് ടീച്ചർമാര് പറയണ കേട്ടിട്ട് സ്കൂളിൽ പോയാ മതി കേട്ടാ. എന്റെ മക്കളെ കുറിച്ചിട്ടുള്ള കുറവുകൾ കേൾക്കാൻ എനിക്ക് ഇഷ്ടാവോ? നല്ലത് കേൾപ്പിക്കണം കേട്ടാ. ഇങ്ങോട്ട് വന്നേ, തിരി. മുടിയൊക്കെ ജട പിടിച്ചിട്ട്. എന്നാ പിന്നെ വിഷ്ണുച്ചാ എന്റെ മുടിയും കൂടി പിന്നിത്താ. അച്ഛന മക്കള് വേഗം വാ 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 വാ. മുടി പിന്നിത്തരാൻ എനിക്ക് യാതൊരു മടിയില്ല കേട്ടാ. ഇന്ന് ഞാൻ തന്നെയാണ് നിങ്ങൾ ഒരുക്കുന്നതും ചോറെടുക്കുന്നതും സ്കൂളിൽ കൊണ്ടാക്കുന്നതും ഒക്കെ. പോരെ? എല്ലാം ഒറ്റയടിക്ക് ചെയ്യാൻ പറ്റുമോ? ഞാനൊന്ന് നോക്കട്ടെ. വന്നേ. എടി, കുളിച്ച തല മര്യാദക്ക് തോർത്തിക്കൂടെ? അതിന് വിഷ്ണുച്ചനല്ലേ കുളിപ്പിച്ചേ, അപ്പൊ മര്യാദക്ക് തോർത്തി തരണ്ടായിരുന്നോ? ഞാൻ ഒരൊറ്റ എടി തോർത്ത് വന്നപ്പോഴേ ഓടിക്കളഞ്ഞേ. എല്ലാത്തിനും എന്റെ കൈ തന്നെ വേണം അല്ലേ? അല്ല, ഇനി മക്കള് ഹോംവർക്ക് ചെയ്തിട്ടുണ്ടാവോ? അതെന്തായാലും അച്ഛൻ ചെയ്യില്ലല്ലോ.
അല്ല മക്കളെ, ഇതൊക്കെ ചെയ്യാനേ ഇവിടെ പെണ്ണുങ്ങൾ ആരും ഇല്ലേ? ഹോംവർക്കോ? ഈ തലയെക്കെട്ട്. ഇന്ന് ഞങ്ങളുടെ എല്ലാ കാര്യം ഒറ്റയ്ക്ക് ചെയ്തോളാന്ന് വിഷ്ണുച്ചനെ ഇട്ടിരിക്കുക. ആ ചുമ്മാതല്ല പിള്ളേ, ഇവിടത്തൊക്കെ സ്വയം ഏറ്റെടുത്തിട്ട് കിടന്ന് ഓടും അവിടെ. ആ ഇപ്പൊ നല്ല സുന്ദരി കുട്ടിയാ. ആ എന്താടാ? പിന്നെ രണ്ടുപേരും ടൈം ടേബിൾ നോക്കിയിട്ട് ബാഗിൽ ബുക്ക് വെച്ച് കൃത്യമാണോ നോക്കിയോ? ദേ നീ നോക്കണം കേട്ടാ. ഞാൻ അപ്പോഴേക്ക് രണ്ടുപേർക്കുള്ള ചോറ് എടുത്തിട്ട് വരാം. ആ എല്ലായിടത്തും വെച്ചല്ലേ സത്യ? എടോ, എന്തോടെ നീ കിടന്ന് കാണിക്കുന്നൊക്കെ? കുട്ടികളെ വിടാനുള്ള ധൃതിയില്ല സാറേ. അതിന് ഇവനിങ്ങനെ നോക്കിയിട്ട് കാര്യമുണ്ടോ? എന്തിനൊരു സാവകാശം വേണ്ടേ? ഇവങ്ങൾ നീ കാണിക്കുന്ന തോന്നി ഇവൻ മാത്രമേ കുട്ടികളെ സ്കൂളിൽ വിടുന്നുള്ളൂ. മറ്റുള്ളവരാരും കുട്ടികളെ പഠിപ്പിക്കുന്നില്ലല്ലോ. സമയം പോയതുകൊണ്ടായിരിക്കും സാറേ. എന്ത് സമയം പോയെന്നാ താനി പറയുന്നേ? കുട്ടികൾ പോകാൻ സമയം വെച്ച് നോക്കിയാ ഇത് നേരത്തെയാ. അതൊന്നും അല്ലടോ, ഇവനെന്തോ പ്രശ്നമുണ്ട്. അത് ഒളിപ്പിക്കാനാ ഈ കാണിച്ചു കൂട്ടുന്നൊക്കെ. പലതും അഭിനയിച്ച് ഫലിപ്പിക്കാൻ ശ്രമിക്കുന്ന പോലെ. ഇവനിപ്പോ ഇവിടെ ജീവിക്കൊന്നും അല്ല, നമ്മുടെയൊക്കെ മുമ്പിലേ അഭിനയിക്കുക. ആ അതെ, രണ്ടുപേർക്ക് മുട്ട പൊരിച്ച് വെച്ചിട്ട് രണ്ടുപേരും കഴിക്കണേ. സമയമില്ല. വാ. എടാ, ഇതൊക്കെ ഞങ്ങള് ചെയ്യല്ലേ പറഞ്ഞാല്? ആ നിങ്ങളെയൊക്കെ നോക്കിയിരുന്നാലേ ഒരു കാര്യം നടക്കില്ല. മക്കളെ വായോ, നമുക്ക് സ്കൂളിൽ പോണ്ടേ. ആ എല്ലാവർക്കും ടാറ്റ കൊടുത്തേ. മതി വാ. രാഘവട്ടം, ഇവൻ എന്തൊക്കെയാ കാട്ടിക്കൂട്ടുന്നേ? ചോരൊക്കെ തനിയെ വന്നെടുക്കുമായിരുന്നു. അതന്നെ ഞാനിപ്പോ പിള്ളേരോട് പറഞ്ഞതേ. ഇന്ന് അവനാ കുടുംബനാഥൻ, ബാക്കിയുള്ളവർക്ക് കാഴ്ചക്കാരായിട്ട് നോക്കി നിന്നാ മതിയെന്ന്. അയ്യോ, കുടിക്കാനുള്ള വെള്ളം എടുത്തോന്ന് ചോദിച്ചില്ല. ആ വിഷ്ണുവേ, ഡാ, എന്തൊക്കെയാണോ പിള്ളേ ഇത്? ഇതാരാണോ രാവിലെ? ശാരദാമയാ. ആഹാ, ഹായ് ശാരദാമ്മ. ഹായ് മക്കളെ. എത്രേ? 100. അതേ, നിങ്ങളുടെ വിഷ്ണു അച്ഛന് വേണ്ടി വഴിപാട് കഴിപ്പിച്ചതിന്റെ പ്രസാദമാ മക്കളെ. ആ മോനെ, മോനെ പ്രസാദം. ശാരദാമ്മ ഏതൊക്കെയോ ക്ഷേത്രങ്ങളിൽ വഴിപാട് കഴിപ്പിച്ചിട്ടുള്ള വരവാന്ന് തോന്നുന്നു. ആ വിവരങ്ങളൊക്കെ പറഞ്ഞിട്ടേ ഞാൻ പോവുള്ളൂ. മക്കളെ, സത്യവിടെ ശാരദാമ്മയുടെ ടാറ്റ പറ. സ്കൂളിൽ പോണ്ടേ. അച്ഛമ്മേ ടാറ്റ. വാ, പോയിട്ട് വാ. സത്യമ്മേ പോയിട്ട് വരാം. പോയിട്ട് വാ. നിങ്ങൾ പോയിട്ട് വാ. ശാരദാമ്മേ, ഞാൻ ഈ രണ്ടെണ്ണത്തിന് സ്കൂളിലാക്കിട്ട് വരാം. സമയമില്ല. ശരി മോനെ.